ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 53. ദ്വാരകയിലേക്കുള്ള ഉദ്ധവൻ്റെ തിരിച്ചുവരവ്. ഉഗ്രസേനൻ്റെ യാഗാശ്വം ഭാരതവർഷത്തിൽ ചൈത്രയാത്ര നടത്തിയ ശേഷം അന്യദേശങ്ങളിലേക്ക് പോയി. യജ്ഞം നടത്തേണ്ടുന്ന ചൈത്രമാസം വരാൻ അധികം സമയം ഇനി അവശേഷിച്ചിട്ടില്ലെന്നു കണ്ട അനിരുദ്ധൻ ഉദ്ധവരോട് ഇനി ഏതെങ്കിലും രാജാക്കന്മാർ ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഭൂമിയിലോ ആകാശത്തിലോ ഇല്ലെന്നായിരുന്നു മറുപടി. ആകയാൽ അവർ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ വിവരം കുതിരയെ അറിയിച്ചപ്പോൾ അത് ദ്വാരകയിലേക്ക് തിരിച്ചു. അതിനെ സൈന്യത്തിൻ്റെ നടുവിൽ നിർത്തിക്കൊണ്ട് ഭാനുവും സാമ്പനും കുതിരപ്പുറത്തു കയറി യാത്രയാരംഭിച്ചു. അപ്രകാരം അവരുടെ മടക്കയാത്ര കണ്ട നാരദ മഹർഷി ഇന്ദ്രൻ്റെ സമീപത്ത് ചെന്ന് കുതിരയെ പറ്റി വിസ്തരിച്ചു പറഞ്ഞു. ഇത് കേട്ട ഇന്ദ്രൻ കുതിരയെ കട്ടുകൊണ്ടു പോകാൻ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് അദൃശ്യനായി ഭൂമിയിൽ വന്ന് വൃഷ്ണിവംശജരുടെ സേനയെ നിരീക്ഷിച്ചു. അത് സമുദ്രം പോലെ ഭയങ്കരമാണെന്നു കണ്ട ഇന്ദ്രൻ ഒട്ടും വൈകാതെ അമരാവതിയിലേക്ക് തന്നെ തിരിച്ചുപോയി. യാദവന്മാർ കോലാഹലത്തോടെ യാത്ര തുടർന്നു. ശ്രീകൃഷ്ണപുത്രന്മാരും ആയിരക്കണക്കിന് രാജാക്കന്മാരുമായി അനുഗമിക്കപ്പെട്ട അനിരുദ്ധൻ ആനർത്തദേശത്ത് കടന്നപ്പോൾ ഉദ്ധവരെ ദ്വാരകയിലേക്ക് അയച്ചു. അദ്ദേഹം ദ്വാരകയിലെത്തി. വസുദേവർ, രാമകൃഷ്ണന്മാർ, പ്രദ്യുമ്നൻ എന്നിവരാൽ രക്ഷിക്കപ്പെട്ടു പോരുന്ന രാജസദസ്സിലെത്തി. എല്ലാവരെയും യഥായോഗ്യം പ്രണമിച്ച ശേഷം എല്ലാ വൃത്താന്തങ്ങളും പറഞ്ഞു. രാജാശ്വം വിജയിയായി തിരിച്ചെത്തിയെന്നും ധാരാളം രാജാക്കന്മാർ പരാജിതരായിട്ടുണ്ടെന്നും മറ്റും അദ്ദേഹം ഉഗ്രസേന മഹാരാജാവിനെ അറിയിച്ചു. അപ്പോൾ സഭയിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നേറ്റ് ചെന്ന് ഉദ്ധവരെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. അനന്തരം ഉഗ്രസേനൻ ഭഗവാനോട് അനിരുദ്ധനെയും യാദവരെയും കൊണ്ടുവരാൻ പറഞ്ഞു. അനന്തരം ഉഗ്രസേനൻ്റെ ആജ്ഞാനുസരണം വിജയശ്രീലാളിതനായി വരുന്ന അനിരുദ്ധനെയും സൈന്യത്തെയും സ്വീകരിക്കുവാനായി വസുദേവൻ, ബലരാമൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, പ്രദ്യുമ്നൻ എന്നിവരും രോഹിണി മാതാവ്, ദേവകി മാതാവ്, കൃഷ്ണപത്നിമാർ എന്നിവരും നഗരത്തിൻ്റെ പുറത്തേക്ക് വന്നു. വഴിനീളെ തോരണങ്ങളാലും പുഷ്പമാല്യങ്ങളാലും മറ്റും അലങ്കരിക്കപ്പെട്ടിരുന്നു. വാദ്യഘോഷങ്ങളും ശംഖനാദവും മുഴങ്ങി എല്ലാം കൂടി ആ നഗരം അമരാവതിക്ക് തുല്യമായി ശോഭിച്ചു. ആ അവസരത്തിൽ യജ്ഞാശ്വത്തോടു കൂടി അനിരുദ്ധൻ സൈന്യത്താൽ ചുറ്റപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി കുതിരയെ മുന്നിൽ നടത്തിക്കൊണ്ട് കാൽനടയായി മുന്നോട്ട് നീങ്ങി. അനന്തരം അദ്ദേഹം യദുകുലാചാര്യനായ ഗർഗമഹർഷിയെയും രാമകൃഷ്ണന്മാരെയും പ്രദ്യുമ്നനെയും നമസ്കരിച്ച് കുതിരയെ അവർക്ക് സമർപ്പിച്ചു. എല്ലാവരും വിജയശ്രീലാളിതനായി വന്ന അനിരുദ്ധനെ അനുമോദിച്ചു. അനിരുദ്ധൻ ഗുരുവായ ഗർഗമുനിയോട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മൂലമാണ് താൻ വിജയിയായി മടങ്ങിയെത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വന്ദിച്ചു. അനന്തരം മറ്റെല്ലാ രാജാക്കന്മാരും രാമകൃഷ്ണന്മാരെ ഭക്തിപൂർവം പുരസ്കാരം വണങ്ങി. വസുദേവൻ അനിരുദ്ധനെ ആനപ്പുറത്തു കയറ്റി പുത്രപൗത്രാദികളോടുകൂടെ കുശസ്ഥലയിലേക്ക് പോയി. എല്ലാവരും യജ്ഞവ്രതം എടുത്ത് ഇരിക്കുന്ന ഉഗ്രസേനനെ ചെന്നു കണ്ടു വന്ദിച്ചു. അദ്ദേഹം എല്ലാ രാജാക്കന്മാരെയും സൽക്കരിച്ചു. അവരിൽ ഓരോരുത്തരെ പറ്റിയും അനിരുദ്ധൻ ഉഗ്രസേനന് വർണ്ണിച്ചു കൊടുത്തു. അതിൽ പിന്നെ തന്നെ ഏൽപ്പിച്ചിരുന്ന വാൾ തിരികെ കൊടുക്കുകയും ചെയ്തു. പ്രസന്നനായ ഉഗ്രസേനൻ അനിരുദ്ധനെ പ്രശംസിച്ചുകൊണ്ട് ആശീർവദിച്ചു. അദ്ദേഹം ഭീഷ്മപിതാമഹനെ പ്രത്യേകം വിളിച്ച് ആലിംഗനം ചെയ്ത ശേഷം രാജാക്കന്മാരെ ദ്വാരകയിലെ ഓരോ ഗൃഹങ്ങളിലായി താമസിപ്പിച്ചു. ദേവകി മാതാവും രോഹിണി മാതാവ് തുടങ്ങിയവരും പൂജനീയ സ്ത്രീകളും അനിരുദ്ധനെ അഭിനന്ദിച്ചുകൊണ്ട് മാറോടണച്ചു. അനിരുദ്ധൻ വിജയിയായി തന്നെ സേനയോടൊന്നിച്ച് തിരിച്ചു വന്നതിൽ സന്തോഷിച്ച ദ്വാരകാവാസികൾ വീടുകൾ തോറും മംഗളോത്സവം ആഘോഷിച്ചു.